നമസ്കാരം. ഈ മണിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രൈം ടൈം അപ്ഡേറ്റ്സിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ലാത്തതിൽ ഇരട്ട നീതി ആരോപിച്ച കോൺഗ്രസ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ലാത്തതിൽ ഇരട്ട നീതി ആരോപിച്ച് കോൺഗ്രസ്. ഫോർട്ട് കൊച്ചി റൂട്ടിൽ പുതുവത്സര രാത്രിയിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് രാത്രി 7 മണി വരെ. ഡൽഹിയിൽ വായു മലിനീകരണം വീണ്ടും രൂക്ഷം. റിലയൻസ് കേന്ദ്ര സർക്കാർ KG ബേസിൽ തർക്കം പുതുവർഷത്തിൽ പരിഹരിക്കപ്പെടും. വർണ്ണാഭമായ സൈക്കിൾ റാലിയുമായി കർമ്മ സൈക്ലിംഗ് ക്ലബ്. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതേ ചിത്രം ഒരു മാസം മുൻപ് പങ്കുവച്ച BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കാത്തത് പോലീസിന്റെ ഇരട്ട നീതിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെ കോഴിക്കോട് ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖ്യമന്ത്രിയും പ്രതിയും രഹസ്യം പറയുന്ന തരത്തിലുള്ള നിർമ്മിത ചിത്രം പ്രചരിപ്പിച്ച് ലഹളയ്ക്ക് ശ്രമിച്ചു എന്നതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. എന്നാൽ താൻ പങ്കുവച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട വീഡിയോയിലെ ദൃശ്യമാണെന്ന് ചിത്രമല്ലെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. അതേസമയം പോലീസിന്റേത് ഇരട്ട നീതിയാണെന്ന രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. ഇതേ ചിത്രം ഒരു മാസം മുമ്പ് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവച്ചിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് ഈ അറസ്റ്റ് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂർ സ്റ്റേഷൻ ഉപരോധിച്ചു. ചോദ്യം ചെയ്യലിനു ശേഷം സുബ്രഹ്മണ്യനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെങ്കിലും ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസ് പിടിച്ചെടുത്തു. ഡിസംബർ 31 രാത്രിയിലുള്ള കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഹൈക്കോർട്ട് മട്ടാഞ്ചേരി റൂട്ടിലും ഹൈക്കോർട്ട് മുതൽ വൈപ്പിൻ റൂട്ടിലും ഹൈക്കോർട്ട് ഫോർട്ട് കൊച്ചി റൂട്ടിലും രാത്രി 7 മണിക്ക് അവസാനിക്കും. തുടർന്ന് ജനുവരി 1 പുലർച്ചെ 12 മുതൽ 4 വരെ ഹൈക്കോർട്ട് മുതൽ മട്ടാഞ്ചേരി റൂട്ടിലും ഹൈക്കോർട്ട് മുതൽ വൈപ്പിൻ റൂട്ടിലും സർവീസ് ഉണ്ടാകും. മറ്റു റൂട്ടുകളിലെ സർവീസ് പതിവ് പോലെ തന്നെ ഉണ്ടാകും. പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് കൊച്ചി വാട്ടർ മെട്രോ സർവീസുകളിൽ മാറ്റം പ്രഖ്യാപിച്ചു. ഡിസംബർ 31 രാത്രി 7 മണിയോടെ ഹൈക്കോർട്ട് ഫോർട്ട് കൊച്ചി വൈപ്പിൻ മട്ടാഞ്ചേരി റൂട്ടുകളിലെ പതിവ് സർവീസുകൾ അവസാനിപ്പിക്കും. എന്നാൽ ആഘോഷം കഴിഞ്ഞു മടങ്ങുന്നവർക്കായി ജനുവരി 1 പുലർച്ചെ 12 മണി മുതൽ 4 മണി വരെ ഹൈക്കോർട്ട് മട്ടാഞ്ചേരി ഹൈക്കോർട്ട് വൈപ്പിൻ റൂട്ടുകളിൽ പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. ഇതോടെ കൊച്ചി മെട്രോയും തങ്ങളുടെ സമയം പുലർച്ചെ 1:30 വരെ നീട്ടിയിട്ടുണ്ട്. യാത്രക്കാർ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഡൽഹിയിൽ വായു മലിനീകരണം വീണ്ടും രൂക്ഷമായതായി റിപ്പോർട്ട്. AAQ പലയിടത്തും 400 മുകളിലെത്തി. പുകമഞ്ഞ് ശക്തമായതോടെ നിരവധി ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ദേശീയ തലസ്ഥാനത്ത് വായു മലിനീകരണം അതീവ ഗുരുതരമായി തുടരുന്നു. മിക്കയിടങ്ങളിലും വായു നിലവാര സൂചിക 400 മുകളിൽ എത്തിയതോടെ ജനജീവിതം ദുരിതത്തിലായി. കനത്ത പുകമഞ്ഞ് കാരണം കാഴ്ചാ പരിമിതി കുറഞ്ഞത് ഗതാഗതത്തെയും ബാധിച്ചു. ഡൽഹിയിലേക്കുള്ള 100-ലധികം ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. വിമാന സർവീസുകളെയും പുകമഞ്ഞ് കാര്യമായി ബാധിച്ചു. ശ്വാസതടസ്സവും കണ്ണിന് അസ്വസ്ഥതയും വർദ്ധിക്കുന്നതിനാൽ കുട്ടികളും പ്രായമായവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഡീസൽ വാഹനങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നഗരത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. AKG ബേസിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റിലയൻസും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള $247 മില്യൺ തർക്കം പുതുവർഷത്തിൽ പരിഹരിക്കപ്പെടും. ചെലവ് തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട നീണ്ട മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. കൃഷ്ണ ഗോദാവരി തടത്തിലെ KG D6 എണ്ണ പരിവേഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും റിലയൻസ് ഇൻഡസ്ട്രീസും തമ്മിലുള്ള ദീർഘകാല തർക്കം പരിഹാരത്തിലേക്ക് നീങ്ങുന്നു. അധിക ലാഭവിഹിതത്തിനായി സർക്കാർ ആവശ്യപ്പെട്ട $247 ദശലക്ഷം റിലയൻസ് നൽകിയ അന്താരാഷ്ട്ര ആർബിട്രേഷൻ കേസിൽ 2026 വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിവേഷണത്തിനായി കമ്പനി നടത്തിയ നിക്ഷേപങ്ങൾ തിരിച്ചുപിടിക്കുവാൻ അനുവദിക്കാത്ത സർക്കാരിന്റെ തീരുമാനമാണ് തർക്കത്തിന് ആധാരമായത്. എന്നാൽ കരാർ പ്രകാരം ചിലവഴിച്ച തുക തിരിച്ചുപിടിക്കുവാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും എല്ലാ നടപടികളും സർക്കാരിന്റെ കൃത്യമായ ഓഡിറ്റിംഗിന് കീഴിലാണ് നടക്കുന്നതെന്നാണ് റിലയൻസ് കൺസോർഷ്യത്തിന്റെ നിലപാട്.
കർമ്മ സൈക്ലിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 24 വൈകുന്നേരം ക്രിസ്മസ് സൈക്കിൾ റൈഡ് നടന്നു. സൈക്കിളിൽ സവാരി ചെയ്ത ക്രിസ്മസ് പാപ്പ റാലിയുടെ പ്രധാന ആകർഷണമാവുകയും വഴിയാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കർമ്മ സൈക്കിൾ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് സൈക്കിൾ റൈഡ് ശ്രദ്ധേയമായി. ഡിസംബർ 24 വൈകുന്നേരം 7 മണിക്ക് കർമ്മ റോഡിൽ നിന്നാണ് സൈക്കിൾ റാലി ആരംഭിച്ചത്. വർണ്ണവിളക്കുകൾ അലങ്കൃതമായ സൈക്കിളുകളുമായി 25ഓളം സൈക്കിളുകളാണ് റാലിയിൽ അണിനിരന്നത്. സൈക്കിളിൽ സവാരി ചെയ്തുകൊണ്ട് റാലിക്ക് മുൻപിൽ ഇരുന്ന ക്രിസ്മസ് പാപ്പയും എത്തിയതോടെ കാണികളിൽ വലിയ കൗതുകമുണർത്തി. കർമ്മ റോഡിലെത്തിയ പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും മധുരം വിതരണം ചെയ്തുകൊണ്ട് ക്ലബ് അംഗങ്ങൾ ക്രിസ്മസ് സന്ദേശം പങ്കുവച്ചു. ആഘോഷങ്ങൾക്കൊപ്പം പരിസ്ഥിതി സൗഹൃദപരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ റൈഡിന് പിന്നിലുണ്ടായിരുന്നു. തുടർന്ന് രാത്രി 9 മണിയോടെ ക്ലബ് അംഗങ്ങൾ ഒത്തുചേർന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ചതോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട പ്രൈം ടൈം അപ്ഡേറ്റ്സ് അവസാനിച്ചു. വരും മണിക്കൂറിൽ ഇന്നത്തെ മുഴുവൻ വാർത്തയുടെ വിശകലനവുമായി ന്യൂസ് 360 കാണാം.